നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൽ മനംനൊന്ത് പുഴയിൽ ചാടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ബസ് ഡ്രൈവർ. എറണാകുളം ചാലക്ക സ്വദേശിയായ അജേഷ് ആണ് ആ ഹീറോ. കൺമുന്നിൽ പെൺകുട്ടി മുങ്ങിത്താഴ്ന്നപ്പോൾ മരിക്കാൻ വിട്ടുകൊടുക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. അജേഷിനെ എന്തായാലും നാടൊന്നാകെ അനുമോദിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് മാഞ്ഞാലി പാലത്തിന് മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടി എടുത്ത് ചാടുകയാണ്. ഉടൻ തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ ഉടൻ സ്ഥലത്ത് കൂടി. തൊട്ടപ്പുറത്ത് നിന്ന് ഒരു സ്വകാര്യ ബസ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ബസ് അങ്കമാലിയിലേക്ക് പോകുന്നു. ആ ബസ്സിലെ ഡ്രൈവർ ഇത് കണ്ട ഉടൻ തന്നെ ബസ് സൈഡാക്കി ഈ പാലത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ ചാടുകയായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ അജേഷ് എന്ന ചെറുപ്പക്കാരൻ രക്ഷിക്കുകയാണ്. ഇന്നിപ്പോൾ നാട്ടിലെ താരമാണ് അജേഷ്. ആ നിമിഷത്തിൽ തോന്നിയാണ്. നമ്മ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി. ആ നിമിഷത്തിൽ തോന്നി, എടുത്ത് ചാടി അവിടെ കരക്കടിപ്പിച്ചു. ബസ് അപ്പം നിറച്ച ആളുണ്ടായിരുന്നു. ബസ്സിൽ ആളുണ്ടായിരുന്നു. അത്യാവശ്യം 30-40 പേര് വണ്ടിയിലുണ്ടായിരുന്നു. കണ്ടക്ടറോട് ചോദിച്ചോ? കണ്ടക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ആദ്യം ചാടത്തെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് കിടന്ന് കാണിക്കണമാകുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ വെള്ളം കുടിച്ച് മുങ്ങി താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പിന്നെ എങ്ങോട്ടേക്കാണ് നീന്തിപ്പോയി? അങ്ങോട്ട് ആ നീലപ്പായുള്ള വീട്ടിലേക്ക്. ഏകദേശം അത്രയും വെള്ളമൊന്നും തന്നെ ആ സമയത്ത് ഉണ്ടായില്ല. വെള്ളമൊക്കെ പൂട്ടിയിട്ടേ കാരണം. ആണല്ലേ? ഏകദേശം ഉച്ച സമയമായിരുന്നു. 12 മണി സമയമായിരുന്നു. 12 മണി സമയം. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് പേരുടെ സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? സ്വീകരണങ്ങളുണ്ട്. വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? വീട്ടുകാരിപ്പോ ഭയങ്കര ഇതാണ്. ആൾക്കാരെ അന്വേഷിച്ചു തന്നെ. പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടോ? അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ കെട്ടിപ്പിടിച്ചെന്ന് ഓടിക്കാറ്. പാവം. എന്താ പറഞ്ഞേ? പുള്ളിക്ക് ഭയങ്കര പുള്ളിക്ക് മോളുടെ ജീവൻ തിരിച്ചിട്ടേക്കല്ലേ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ആ സമയത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള കാരണം അത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് അങ്ങനെ ഒരു തോന്നി. പിന്നെ വെള്ളം നീന്താൻ നമുക്ക് പേടിയില്ല. പക്ഷെ ഈ ചാടിയാലൊരു പേടിയുണ്ടായി. ഞാൻ ചാടി താഴത്തേക്ക് പോയിട്ട് പിന്നെ അതിലൊരു പേടിയുണ്ട്. ഇടയ്ക്ക് നീന്തി താഴ്ന്നെങ്കിലും ദൈവത്തിന്റെ കൃപ കൊണ്ട് അവളെ അറ്റം വരെ എത്തി. കുട്ടി സുഖമായിട്ടിരിക്കുന്നു. അതിൽ വളരെ സന്തോഷം. അജേഷിൻ്റെ ഈ ധീരത വാക്കുകൾക്ക് അപ്പുറമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ചില കരങ്ങളാണ്, ആ ഇടപെടലുകളാണ് നമ്മുടെ മറ്റ് പലരുടെയും ജീവിതം കൂടുതൽ മനോഹരമാക്കുന്നത്. അങ്ങനെയാണ് ഈ ലോകം കൂടുതൽ സുന്ദരമാകുന്നത്. ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദ്യം തന്നെ പറയട്ടെ, ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പരീക്ഷകളൊക്കെ ഇനിയും വരും. അതിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാമല്ലോ. നമുക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് തത്സമയം. ശ്യാം, നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് ചുറ്റുമൊക്കെ നല്ല മനുഷ്യരെ ഇപ്പൊ കാണാനേ പറ്റുന്നില്ല, സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരെ കൊണ്ട് ഈ ലോകം നിറഞ്ഞു എന്നുള്ളത്. പക്ഷെ അജേഷിനെ പോലെ ചില മനുഷ്യരെങ്കിലും ഇങ്ങനെ നമ്മളെ ഞെട്ടിക്കും. സ്വന്തം ജീവൻ പണയം വെച്ചാണ് മറ്റൊരു ജീവൻ കാത്തത്. 20-കാരിയായ പെൺകുട്ടി തൻ്റെ അവിവേകത്തിൻ്റെ പുറത്താണ് ആ ഒരു പാലത്തിൽ നിന്നും, മാഞ്ഞാലി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നത്. കുത്തിയൊലിക്കുന്ന പുഴയാണ് പെരിയാറ്. ആ ഘട്ടത്തിൽ ഒരു ദൂതനെ പോലെയാണ് അപ്രതീക്ഷിതമായിട്ട് തൻ്റെ ബസ്സുമായിട്ട് അജേഷ് അവിടെ വരുമ്പോൾ ഏകദേശം കുറേയധികം യാത്രക്കാരുണ്ട്. അജേഷ് പെട്ടെന്ന് കണ്ടക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചാടട്ടെ എന്ന്. ആദ്യഘട്ടത്തിൽ കണ്ടക്ടറും പറയുന്നുണ്ട്, ഇത്രയും വലിയ ആഴമുള്ള പുഴയാണ്, ചാടണ്ട എന്ന് പറയും. ഒന്നുകൂടി ചോദിക്കുമ്പോൾ പറയും, എന്നാൽ രക്ഷിക്കാൻ ശ്രമിക്കൂ. പെട്ടെന്ന് ചാടി ഈ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. ആ പെൺകുട്ടിയെ ചാടി രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ ഏകദേശം 300 മീറ്ററിലധികം നീന്തി വേണം കരയ്ക്കെത്താൻ. ആ സമയത്ത് വള്ളവും മറ്റും തന്നെ അവിടെ വരുന്നില്ല. കാരണം ഉച്ച സമയമാണ്, നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ നല്ല കുത്തി ഒഴുക്കുമുണ്ട്. ആ ഒഴുക്കിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് അജേഷ് ആ പെൺകുട്ടിയുമായി കരക്കെത്തുകയും തുടർന്ന് നിന്നിപ്പോൾ ആ പെൺകുട്ടി സുഖകരമായിട്ടിരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സ മുഴുവൻ പൂർത്തിയായിട്ടില്ല. എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ അച്ഛൻ അജേഷിൻ്റെ തോളിൽ തട്ടി കരയുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം ആ പെൺകുട്ടിക്ക് ജീവൻ തിരികെ നൽകാൻ. പക്ഷെ ആ സമയത്ത് അജേഷിനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ച് അങ്ങനെ ചാടി. ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ പാലത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ പേടിയാകും. അത്രയേറെ ആഴമുണ്ട്, ദൂരമുണ്ട്. ആ ദൂരമാണ് ഒരു അവസ്ഥയെയും ഭേദിച്ചുകൊണ്ട് അജേഷ് ധൈര്യപൂർവ്വം ചാടി ആ പെൺകുട്ടിയെ രക്ഷിച്ചത്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിൽ അജേഷിന് വലിയൊരു കയ്യടി. പക്ഷേ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അതിനുള്ള പരിശീലനം ഒന്നും വേണ്ടുവിധം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകും. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ വെക്കുക.